അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. അപ്പം ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് പനീർ ബട്ടർ മസാലയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി പനീർ ബട്ടർ മസാലയാണിത്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരുപാടങ്ങ് സ്പൈസി അല്ലാത്ത മൈൽഡ് സ്പൈസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. നമുക്കിത് വേണമെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, ഈവൻ ഗീ റൈസിനോടൊപ്പം സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ പനീർ ബട്ടർ മസാല വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. ഈ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു 2-3 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കറിയാണിത്. ആദ്യം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം രണ്ടും കൂടെ മിക്സാക്കി ഒരു കറിയാക്കി എടുക്കണം. ഇതുപോലെ ഒരു 3 സ്റ്റെപ്പാണ് ഈ ഒരു കറിക്കുള്ളത്. പക്ഷെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു അരമണിക്കൂറാണ് ഈ ഒരു കറിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിതുണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 200 ഗ്രാമിൻ്റെ പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അമൂലിൻ്റെ പനീറാണ് വാങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, എല്ലാ ഭാഗവും നന്നായി ഒന്ന് മൊരിച്ചെടുക്കും. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് എല്ലാ ഭാഗവും നന്നായി മൊരിച്ചെടുക്കാം. ഞാനിപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി മുരിച്ചെടുക്കാം. ഓവർ കുക്ക് ചെയ്യരുത് പനീർ, കാരണം അതൊരു റബ്ബറി ഫീൽ. ഓവർ കുക്കായി പോയാൽ പനീർ റബ്ബറി ഫീൽ ഉണ്ടാവും. ഒരു കടിച്ചാൽ ഒരു വലിഞ്ഞു വരുന്ന പോലത്തെ തോന്നും. അപ്പോൾ അങ്ങനെ ആവരുത്. ചെറുതായി 4 സൈഡും മുരിഞ്ഞു വന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മെൽറ്റാക്കി എടുക്കാം. പാത്രം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, എന്നാലും സാരമില്ല, ഒരുപാട് അങ്ങ് കരിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ഒരു സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2-3 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചിലരിങ്ങനെ ബട്ടർ മസാലാസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് സവാള ചേർക്കാറില്ല. ഞാൻ പൊതുവേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ചിക്കൻ്റെയോ അല്ലെങ്കിൽ പനീറോ അല്ലെങ്കിൽ കോളിഫ്ലവറോ ഒക്കെ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആ ഒരു സവാളയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സവാള ചെറുതായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ടെല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മൂടി തുറന്ന് നോക്കാം. സവാളയൊക്കെ ചെറുതായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 10-20ഓളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്ക് ആൻഡ് റിച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു 4-5 കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗരം മസാല പൊടിക്ക് പകരം സ്പൈസസ് അപ്പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പട്ട, കറാമ്പു, ഏലക്ക, ബേ ലീഫ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പൊടി ചേർക്കുന്നത് കൊണ്ടാണ് നേരത്തെ ഓരോന്നും ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള പേസ്റ്റ് ആക്കേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ഞാനിപ്പം മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം സെയിം പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീനാക്കി ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
പച്ചമുളക് എൻ്റെത് ഒരുപാട് അങ്ങ് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം 2 അരിഞ്ഞ് ചേർത്തത്. നമ്മൾ 3 ഗ്രേവിയിലും ചേർത്തിട്ടുണ്ട്, ഒരുപാട് സ്പൈസി അല്ല, അതുകൊണ്ടാണ് ചേർത്തത് കേട്ടോ. ഇനി ഈ പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു കളറായിരിക്കും ഇപ്പോൾ ഈ ഗ്രേവിക്ക് ഉണ്ടാവാൻ. അപ്പം നമ്മുടെ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ പേസ്റ്റ് എണ്ണയിൽ കടന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലേക്ക് ഈ ഗ്രേവി നന്നായി പിടിച്ചിട്ട് എണ്ണ എന്ത് ചെയ്യണം, നന്നായി മിക്സായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പം എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരും. അപ്പം ഞാനിപ്പം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 ഗ്ലാസ്സോളം മിക്സി കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഗ്രേവി നന്നായി തിളച്ചിട്ട് ചെറുതായി ഒന്ന് കുറുകി വരും. നമ്മുടെ കാഷ്യൂ ഒക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളച്ചിട്ട് നല്ല ക്രീമായിട്ട് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പം ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ചെറുതായിട്ട് കുറവുണ്ട്, അത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തിട്ടെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-8 മിനിറ്റോളം അടച്ചു വെക്കാം. പനീരിലേക്ക് ആ ഒരു ഗ്രേവിയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഗ്രേവി ചെറുതായി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 4-5 ടേബിൾ സ്പൂണോളം എടുക്കാം. നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് പകുതി ഇപ്പം ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ക്രീം ചേർത്തിട്ട് നന്നായി ഞാനിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് വിതറി കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് കസൂർ മേത്തി ചേർത്ത് കൊടുക്കാം. കസൂർ മേത്തി എന്ന് പറയുന്നത് ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രഷ് ചെയ്തിട്ട് ഒരു ഡബയിലിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി കണ്ടോ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പനീറും നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചൂടോടെ പൊറോട്ടയോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഗീ റൈസിനോടൊപ്പം ഒക്കെ സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞത് മുകളിൽ വിതറി കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഫ്രഷ് ക്രീമും കൂടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ടൊമാറ്റോ കൊണ്ടൊരു റോസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ID യാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമോൻസ് കിച്ചൺ.